എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എയിംസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒരു ലെങ്തി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു ഗുഡ് ന്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേ, നമ്മുടെ കമന്റ് ബോക്സിലൂടെയും എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഇട്ടും ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു, മാൽഡീവ്സിലേക്ക് ടീച്ചിങ് വേക്കൻസി ഓപ്പൺ ആയോ എന്നുള്ളത്. സോ അങ്ങനെ കാത്തിരുന്നവർക്ക് ഏകദേശം കുറച്ചു പേർക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. സോ മാൽഡീവ്സിലേക്ക് ടീച്ചിങ് വേക്കൻസി ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ വേക്കൻസിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോവാം. ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഇപ്പൊ വളരെ കുറച്ച് സബ്ജക്റ്റിനാണ് വേക്കൻസി വിളിച്ചിരിക്കുന്നത്. താമസിയാതെ ബാക്കി സബ്ജക്റ്റിനും കൂടി വേക്കൻസി റിപ്പോർട്ട് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് അറിയത്തില്ല. എന്നിരുന്നാലും മുൻ സമയങ്ങളിലനുസരിച്ച്, ഐ മീൻ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കാഡമിക് ഇയർ ഇപ്പൊ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. April 7th അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പാണ് ഇന്റർവ്യൂവിന് കോൾ വരുന്നതും ഇന്റർവ്യൂ നടക്കുന്നതും ലിസ്റ്റ് വരുന്നതും അതനുസരിച്ചിട്ട് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. പക്ഷേ ഈ സമയം, ഐ മീൻ ഈ ടൈമിൽ 2025 അവര് ഇതുവരെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തില്ലായിരുന്നു. കാരണം ടീച്ചേഴ്സ് റിട്ടേൺ വന്നതിന് ശേഷം ട്രാൻസ്ഫറും അതുപോലെ ആരെങ്കിലും ഒക്കെ ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ അതെല്ലാം കൂടി നോക്കിയിട്ട് അനലൈസ് ചെയ്തതിനു ശേഷം മാത്രമാണ് ഇപ്പോൾ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ വളരെ കുറച്ച് വിഷയങ്ങൾക്കാണ് ഇപ്പൊ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വേക്കൻസിയുടെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഒരുപാട് തട്ടിപ്പ് നടക്കുന്ന ഒരു മേഖലയാണ് ഈ റിക്രൂട്ടിംഗ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഏജൻസിയാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഒരുപാട് ഏജൻസി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അവരുടെ ആ ഒരു ഏജൻസി വഴി കാൻഡിഡേറ്റ്സ് ഇതിനു മുമ്പ് കയറി പോയിട്ടുണ്ടോ എന്നൊക്കെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് വേണം നിങ്ങൾ ആ ഏജൻസിയെ കുറിച്ച് അന്വേഷിച്ച് നിങ്ങൾക്ക് അതിന്റെ കൃത്യത ലഭിച്ചതിന് ശേഷം മാത്രമേ ആ ഏജൻസി ത്രൂ അയക്കാൻ അയക്കാൻ പറ്റുള്ളൂ എന്നൊന്നും പറയുന്നില്ല, അയക്കാവുള്ളൂ. കാരണം അല്ലെങ്കിൽ നമ്മുടെ പൈസ പോണ രീതിയായിരിക്കും. പിന്നെ മാൽഡീവ്സ് ഗവൺമെന്റ് ഒരു ഏജൻസിയുടെ ഒരു വിസ ഫീസോ അങ്ങനെയൊന്നും വാങ്ങിക്കുന്നില്ല. പക്ഷേ ഏജൻസി ത്രൂ ആണ് അവർ റിക്രൂട്ടിംഗ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏജൻസി ഒരു ഫീസ് ഇതിന്റെ പേരിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഫ്രം ഏജൻസി. അത് ഒരു ഏജൻസി വാങ്ങുന്ന എമൗണ്ട് ആയിരിക്കില്ല അടുത്ത ഏജൻസി വാങ്ങുന്നത്. അതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏജൻസി പോലെ തന്നെ ഇരിക്കുള്ളൂ. അപ്പൊ എന്താണ് ഇതിന്റെ പ്രൊസീജിയർ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പൊ നിങ്ങൾ ആദ്യമേ തന്നെ ഒരു ഏജൻസി സെലക്ട് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ, സെലക്ട് ചെയ്ത ഏജൻസി നിങ്ങൾക്ക് ഒരു ലിങ്ക് അയച്ചു തരും. ആ ലിങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്താൽ മാത്രം പോരാ. കൂടാതെ നമ്മളുടെ സർട്ടിഫിക്കറ്റ് ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ഫോട്ടോ, പാസ്പോർട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ഫോട്ടോ, ഇതെല്ലാം അപ്ലോഡ് ചെയ്യണം. അപ്പൊ പലരും ചോദിക്കാറുണ്ട്, സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം എന്താ, പാസ്പോർട്ടിന്റെ ആവശ്യം എന്താണെന്ന്. കാരണം മുൻകാലങ്ങളില് ഇവര് വേക്കൻസിക്ക് വരുമ്പോ നമ്മുടെ കാൻഡിഡേറ്റ്സ് സബ്മിറ്റ് ചെയ്യും. ലാസ്റ്റ് ഇന്റർവ്യൂവിന്റെ ടൈം വരുമ്പോൾ ഇവരുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഇല്ല, അത് യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്, പാസ്പോർട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അപ്ലൈ ചെയ്യാനായിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എക്സ്ക്യൂസസ് ഒരുപാട് വന്നതിന് പിന്നെയാണ് ഇങ്ങനെ ഒരു നിയമം വെച്ചത്. ഫോട്ടോ എടുത്ത് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ പേര്, നമ്മുടെ കാൻഡിഡേറ്റ് നമ്പർ വിസിബിൾ ആകാത്ത രീതിയിൽ വേണം ഫോട്ടോ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിന്നിട്ട്. ബാക്കിൽ ബ്ലാങ്ക് വൈറ്റ് ആയിരിക്കും എപ്പോഴും നല്ലത്. അങ്ങനെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ്, മെയിൻ സർട്ടിഫിക്കറ്റ്, ഐ മീൻ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് അല്ല, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ ഹോൾഡ് ചെയ്യണം. അതുപോലെ പാസ്പോർട്ട് ഹോൾഡ് ചെയ്ത ഫോട്ടോ, ഇതെല്ലാം അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളുടെ ആ ലിങ്ക് ത്രൂ ഉള്ള ആപ്ലിക്കേഷൻ ഫോം സബ്മിഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. വേണേൽ നമ്മൾ 1-2 ഫോട്ടോ സബ്മിറ്റ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ അത് സബ്മിഷൻ ആകും, പക്ഷെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ആകണമെന്നില്ല. അപ്പൊ നമ്മൾ ഇത് ഫില്ല് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇത് എങ്ങനെയാ ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർ ആ വീഡിയോ പോയി കണ്ടാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാവും. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ, ഈ സബ്മിഷന് ശേഷം അവരൊരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യും കാൻഡിഡേറ്റ്സിന്റെ. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഇന്റർവ്യൂ വരുന്നതും. ആ ഇന്റർവ്യൂവിന് സെലക്ഷൻ കിട്ടിയവർക്ക് മാത്രമേ പിന്നീട്
ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അതിൽ റാങ്ക് ലിസ്റ്റിൽ വന്നവർക്കാണ് ഇങ്ങോട്ട് കയറി പോരാൻ വേണ്ടി പറ്റുന്നത്. ഇങ്ങോട്ട് കയറി പോരാൻ എല്ലാവർക്കും പറ്റുമെന്ന് ചോദിച്ചാൽ അതും നമുക്ക് പറയാനൊന്നും പറ്റില്ല. കാരണം ഇപ്പൊ 1 ഇയർ മുമ്പ് നടന്ന ഒരു റാങ്ക് ലിസ്റ്റിലെ പിള്ളേര് സഹിതം ഇപ്പോഴും കയറി വരുന്നുണ്ട്. അപ്പൊ ഇറ്റ് ഡിപ്പെൻസ് ആണ് നമ്മുടെ ലക്കും ഇവിടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഒക്കെ ഫാക്ടർ ബേസ് അതിന്റെ ഒക്കെ ഒരു ബേസിലാണ് നമ്മുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ഫുൾ ആകുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു തരും, അതല്ലെന്നാണെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിലും പറഞ്ഞുതരാം. പിന്നെ ഇപ്പൊ നിലവിൽ ഏതൊക്കെ സബ്ജക്റ്റിനാണ് വേക്കൻസി വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പൊ സെന്റ് ടീച്ചർ, ആർട്ട് ആൻഡ് ഡിസൈൻ, ക്രിയേറ്റീവ് ആർട്ട്, പ്രൈമറി, ഈ 4 സബ്ജക്റ്റുകൾക്കാണ് ഇപ്പൊ വിളിച്ചേക്കുന്നത്. ഒരിക്കൽ കൂടി പറയാം, സെന്നിന് അതിന്റെ ഡിഗ്രി, ഇവിടെ ഇങ്ങോട്ട് ആപ്ലിക്കേഷൻ അയക്കാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. സോ ഡിഗ്രി ഉണ്ടോ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാം. ഓക്കെ, സൈക്കോളജിയിലൊക്കെ ഉള്ള ഡിഗ്രി ഉള്ളവർക്ക് സെന്നിന് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുന്നതാണ്. ആർട്ട് ആൻഡ് ഡിസൈൻ, അതുപോലെ ക്രിയേറ്റീവ് ആർട്ട്, പ്രൈമറി ടീച്ചറിന് BEd കമ്പൽസറി ആണ്. ബാക്കി ഒരു സബ്ജക്റ്റും സെക്കൻഡറി ലെവലിലേക്കാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുന്നുണ്ടെങ്കിൽ BEd കമ്പൽസറി അല്ല. ബട്ട് പ്രൈമറി ലെവലിലാണോ നിങ്ങൾ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് BEd കമ്പൽസറി ആണ്. പിന്നെ ഒരു നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ ചോദിക്കാറുണ്ട്, ഇംഗ്ലീഷ് എടുത്താൽ പറ്റുമോ, സയൻസ് എടുത്താൽ പറ്റുമോ, കോമേഴ്സ് എടുത്താൽ പറ്റുമോ എന്നൊക്കെ. ആക്ച്വലി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാം, പക്ഷെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് മിനിസ്ട്രിയുടെ ഒരു ക്രൈറ്റീരിയ ബേസിലായിരിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഷോർട്ട് ലിസ്റ്റ് വരുന്നത്. പിന്നെ ഇങ്ങോട്ട് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത്. ടീച്ചിങ് പോസ്റ്റിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ പറഞ്ഞ ക്രൈറ്റീരിയകളെല്ലാം നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ആപ്ലിക്കേഷൻ അയച്ചോളൂ. നമുക്ക് നോക്കാം. ലക്ക് ഫാക്ടറും നിങ്ങളുടെ ഹാർഡ് വർക്കും ഒക്കെ റിസൾട്ടിൽ നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ആകാൻ പറ്റിയാൽ, ഇന്റർവ്യൂവിന് സെലക്ഷൻ ആകാൻ പറ്റിയാൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നല്ലൊരു സാലറി പാക്കേജ് ആണ് ഇവിടെ ഉള്ളത്. നമ്മുടെ നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു സാലറി പാക്കേജ് തന്നെയാണ്. കാരണം ഇവിടെ നമുക്ക് എക്സ്പെൻസസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കിട്ടുന്നത് സേവിങ്സ് ആണ്. പിന്നെ ഒരുപാട് പേര് എന്നോട് വീഡിയോയിലൂടെയൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറയാറുണ്ട് ഏജൻസി. പക്ഷെ ഞാൻ ഏജൻസി സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഒരുപാട് ഏജൻസി ഉണ്ട്. അപ്പൊ നമ്മൾ 1-2 ഏജൻസിയെ സ്പെസിഫൈ ചെയ്ത് പറയുന്നത് ശരിയല്ല. പക്ഷെ നിങ്ങൾക്ക് എന്റെ ഹെൽപ്പ് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങളെ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും. സോ ഇത്രയുമാണ് എനിക്ക് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. മറക്കരുത്, നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ട്, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ദെൻ ബെറ്റർ ലക്ക്. ഓക്കെ, അങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യുക, ഞാൻ അറിയാവുന്നത് ക്ലിയർ ആക്കി തരുന്നതാണ്. പിന്നെ എന്താ പറയുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. വീണ്ടും ഉടൻ തന്നെ ബാക്കി സബ്ജക്റ്റിന്റെയും വേക്കൻസി റിപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വേക്കൻസി വന്നാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് എന്ന രീതിയിൽ, ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ എന്ന രീതിയിൽ നമ്മൾ എപ്പോഴും ഉണ്ടാകും. സോ ഇത്രയും എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. ടേക്ക് കെയർ, ബൈ.